ഹായ്, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രേവിയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒരു കോട്ടിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് ചിക്കന് നല്ലൊരു കോട്ടിംഗ് കിട്ടുക നമ്മൾ വറുത്ത് കഴിയുമ്പോൾ. പിന്നെ ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസുമാണ് ചേർക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. സോസുകളിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിവിടെ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഈ ചിക്കൻ ഒന്ന് 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് വറുത്തിട്ടെടുക്കണേ. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അധികം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ചിക്കൻ അപ്പോൾ അധികം അങ്ങ് മൊരിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചെറുതായിട്ടൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. കാരണം നമുക്കിത് കറിയിലിടാനുള്ളതാണല്ലോ. അപ്പോൾ അധികം അങ്ങ് മൊരിയേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ചിക്കൻ വറുത്തിട്ടുള്ള അതേ പാനും ഓയിലും തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഗ്രേവി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ചില്ലി ചിക്കനിൽ ചേർക്കുമ്പോൾ അധികം അങ്ങ് ചെറുതാക്കി ചേർക്കരുത്. ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ കറിയിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം സവാള അരിയാനായിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സവാള ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് സ്പൈസി ആയിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി ഇതിലേക്ക് 2 ക്യാപ്സിക്കമാണ് ചേർക്കണേ. അതും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ക്യാപ്സിക്കവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം അങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മളിങ്ങനെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടും. നമ്മൾ എക്സ്ട്രാ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ്റെ ആ ഒരു കളറ് വേറൊരു കളറായിട്ട് വരും. അപ്പോൾ നിങ്ങൾ സോസ് ചേർക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. അതുപോലെ സോസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിൻ്റെ അളവും കറിയിൽ ശ്രദ്ധിക്കുക. നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോസുകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചില്ലി സോസാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ സോസിൻ്റെയൊക്കെ അളവ്. അപ്പോൾ സോസൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ശരിക്കും ടേസ്റ്റ് ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം ചേർക്കുമ്പോഴാണ്. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം ഇല്ലെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക.
നല്ല തിളച്ചിട്ടുള്ള വെള്ളം 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ തിളച്ച് ഒന്ന് നന്നായി വന്നാലേ ആ ഒരു സോസും മസാലയൊക്കെ നന്നായിട്ട് ഗ്രേവിയിൽ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കണ്ടില്ലേ, നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ വറുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വെന്തിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിലേ ആ ഒരു ഗ്രേവിയിൽ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ ചിക്കൻ കൂടെ ചേർന്ന് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗ്രേവിയുടെ അതേ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂണോളം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം ഗ്രേവിയുടെ ആ ഒരു ഇത് കിട്ടുക. അപ്പോൾ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഗ്രേവി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയായി കിട്ടും. ആ ഒരു വെള്ളം പോലെയുള്ള ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നല്ല തിക്കായിട്ട് വരും നമ്മുടെ ഗ്രേവി. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ചില്ലി ചിക്കൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ ഉള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ ദാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെ ഫ്രൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില്ലി ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. പിന്നെ കടയിൽ അവരിതിൽ അജിനമോട്ടോയും അതുപോലെ കളറൊക്കെ ചേർക്കും. നമ്മളിപ്പോൾ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു കളറെന്ന് പറയുന്നത് നമ്മൾ ആ ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെയും സോസിൻ്റെയും കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ സോസുകളൊക്കെ ചേർക്കുമ്പോഴാണ് ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്